വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അജുദാന്തൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു വലിയ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഇന്ന് ഒരു പുതിയ വ്ലോഗുമായി. ഇന്ന് നമ്മൾക്ക് ഒരു പരിപാടി കണ്ടോ വന്നിട്ടുള്ളത്. എൻ്റെ ഉമ്മച്ചിയുടെ സ്കൂളിലത്തെ കെച്ച് ചൂടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കാണാൻ ഇതെന്താണ് ഈ പുഴയുടെ സൈഡിലാട്ടോ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഗൈസ് ഈ അവിടെ ഇതാക്കുന്ന ഒരു സ്റ്റേജ് മാറിയ സാധനമുണ്ട്. ഞാൻ അതിൽ കയറി ഇവിടുത്തെ എല്ലാ വ്യൂസിലൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റേജ് കയറി വന്നിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ സ്റ്റേജിന്മേൽ കയറി വന്നാൽ ഇവിടുത്തെ പുഴയുടെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. അത് ഞാൻ പിന്നെ മറന്നുപോയി. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്ന് വെച്ചാൽ കനാലി റെസ്റ്റോറൻറ്റ് എന്നാണ്. പിന്നെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇവിടുത്തെ കാണാൻ. ഗൈസ്, എൻ്റെ ഉമ്മച്ചിയുടെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. അവർ വന്നപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക്സൊക്കെ തന്നു. പിന്നെ എൻ്റെ ഉമ്മച്ചിയുടെ ഫ്രണ്ട്സ് എല്ലാം റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലാണ്. പിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി പോകാനായിട്ട് അവിടെ പാലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഫസ്റ്റ് തന്നെ ക്യാറ്റൊക്കെ ഉണ്ട്. നല്ല സുഖമാണ് ഇതിൽ നടന്നു പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ റിസോർട്ടിന് മുമ്പിലെത്തിയിട്ടുണ്ട്, എല്ലാവർക്കും കാണാം. പിന്നെ അവിടെ എല്ലാവരും കുത്തിർക്കുന്നൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. ഫസ്റ്റ് പോലെ തന്നെ ആ ബാക്കിലൊന്നും ഒരു ശബ്ദം വരുന്നില്ല. കേൾക്കില്ല? അവിടെ എത്തിയവരെ അറിഞ്ഞേ കേൾക്കണില്ലേ? ഓക്കെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പട്ടികയിലെ 2003 SSLC ബാച്ചിലെ സുഹൃത്തുക്കളെ, നമ്മൾ ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിറകിൽ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയതിന് ശേഷമാണ് നമുക്കിന്ന് ഇങ്ങനെ ഒരു സൗകര്യത്തിൽ ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സൗദി, അതുപോലെ തന്നെ ദുബായ്, അങ്ങനെ പുറത്തുള്ള ആളുകളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ കുറച്ച് ലോങ് ഡിസ്റ്റൻസിൽ ഒരു ദിവസം നിശ്ചയിച്ചമായ സപ്പോർട്ടാണ് എന്നുള്ളത്. അത് അവരെന്നെ മേക്ക് ചെയ്ത് കൊണ്ടാണ്. അപ്പോൾ അതിനു വേണ്ടി അവരെയും ക്ഷണിച്ചോളുന്നു. പിന്നെ എല്ലാവരും ഒന്നിച്ച് വന്ന പേര് വിളിക്കുക. അപ്പോൾ വന്നാൽ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരാളുള്ളത് മുന്നോട്ട് കൊടുക്കാൻ വേണ്ടിയുള്ളത് പിന്നെ സുലൈഖയാണ് പറഞ്ഞിട്ടുള്ളത്. സാറിന് ഇത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ മുജീബിനൊക്കെ ഏകോപിപ്പിച്ചതിന് മുജീബാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം മുജീബിന് ഗിഫ്റ്റ് ഉണ്ട്. അവർ മുജീബിനെ ക്ഷണിച്ചോളുന്നു. നാമത്തേറെ മുജീബിന് കളിയാട്ടം ജീവാണ് സാറിന് ഷർട്ട് കൊടുക്കുന്നത്. അപ്പം ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ടെൻഷൻ അടിക്കേണ്ട, എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാനുള്ള പരിപാടികൾ വരുന്നുണ്ട്. ഇത് നമ്മുടെ പരിപാടിൻ്റെ ആദ്യത്തെ സെക്ഷനാണ്. ഈ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം സെക്ഷൻ നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് സാറ് ഫ്രീ ആക്കി തരും. സാറിൻ്റെ ഒരു മൈക്കും തരും. പണ്ട് കണ്ട ദിനീഷ് മാഷിന് എന്ത് മാറ്റമാണ് ഉണ്ടായതെന്നുണ്ടെങ്കിൽ സംസാരിക്കാം. ദിനീഷ് മാഷ് കണ്ട പണ്ടത്തെ കുട്ടികളിൽ നിന്ന് എന്ത് മാറ്റമാണ് ഇന്നൊക്കെ ഉണ്ടായതിനെ കുറിച്ച് ഇന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ആ ഒരു സെക്ഷൻ വരുന്നുണ്ട്. അതിനുശേഷം അതിനേക്കാളും രസകരമായിട്ടുള്ള നമ്മൾ തമ്മിൽ നല്ല സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ എന്താണെന്നും നിങ്ങൾ എന്തൊക്കെയായിരുന്നു 2003 ശേഷം എന്നുള്ളതും ഇപ്പോൾ എവിടെയൊക്കെ എത്തി എന്നുള്ളതും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നെ അതിൻ്റെ പിന്നിൽ ധാരാളം ആൾക്കാർ പെട്ടെന്ന് തന്നെ ഇത്രയും ആളുകൾ കിട്ടില്ല. ഞങ്ങൾ തന്നെ 10ാം ക്ലാസ്സിൽ 2 ആൾക്കാർ ശ്രമിച്ചിട്ടാണ് ഈ ഒരു കാര്യം നടന്നത്. അപ്പോൾ ഇവിടെ കാണുമ്പം ഞാൻ ഇവിടെ വേറൊരു ഇതിൽ പറഞ്ഞ പോലെ നമ്മൾ ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോൾ പഠിക്കാൻ മിടുക്കരായ ആൾക്കാരുണ്ടാവും, കുറച്ച് പിന്നിലുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ എല്ലാവരും ഒരു നല്ല നിലയിലെത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞൊരു ബാച്ചിൽ പറഞ്ഞപ്പോൾ എല്ലാവരും ബാംഗ്ലൂർ, ചെന്നൈ, അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് പല രീതിയിലുള്ളവരാണ്. പക്ഷെ അവരെല്ലാവരും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവരും പഠിച്ച് നിലയിലൊന്നും എത്തണമെന്നില്ല. പക്ഷെ എങ്കിൽ പോലും
എല്ലാ ആൾക്കാരും ഒരു നല്ല നിലയിലെത്തിയിട്ടുണ്ട്. കാണാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മുടെ സമയം വളരെ കുറേ വൈകിയാണ് ഇപ്പോൾ തുടങ്ങിയത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പല പ്രോഗ്രാമും ഇവിടെ നടക്കാനുണ്ട്. ഞാനും വേറെ പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കറക്റ്റ് സമയത്ത് എത്തണം, അല്ലെങ്കിൽ ഇവിടെ ധാരാളം ഗാനമേള എന്തൊരു പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ വെറുതെ ഇത്രയും 20 കൊല്ലം മുമ്പ് ആൾക്കാർ വിളിച്ചിരുന്നാണ്. അപ്പോൾ അവരുടെ സമയം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പരിപാടിയിലേക്ക് വന്നവരെയൊക്കെ ഞാൻ ഒരു സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ മറ്റു പരിപാടികളിലൊക്കെ പറയാം. അത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അനൗൺസ്മെന്റ് ഹാജർ പറഞ്ഞാൽ സാർ അതിനനുസരിച്ച് നോട്ട് ചെയ്യണം. റാഫി മറക്കാതെ സുബൈർ ഫായിസ് റാംബി തലപ്പ ജാഫർ നസീർ സുബൈർ സെലീം ഇർഷാദ് സെലീം മുട്ടിക്കര ഷാഫി മുട്ടിക്കര സെലീന നസീബ നുസറത്ത് റാഷിദ സൗദാബി ഷഹീദ സഫൂറ തലപ്പ സാരിദ സീരത്ത് ഷാഹിന സുലൈല സൗദ സുൽഫത്ത് സുലൈല കയ്യാട്ടൂർ ഖൈറു സഫൂറ ഖദീജ തിരികെ നടക്കാം ആ ഇന്നലകളിലേക്ക് എന്നുള്ള പേരാണ് അവർ നൽകിയത്. പല ആൾക്കാർ പല പേര് നൽകിയിരുന്നു. വെള്ളി ശനി ഞായറിനൊക്കെ നൽകിയ ആൾക്കാരോട് അപ്പോൾ ഏതായിരുന്നാലും ഇതിലൊരു ഗിഫ്റ്റ് ഞാൻ ക്ലാസ് ചെയ്യും. ഇനി അടുത്തതായിട്ട് സാറിനെ ആദരിക്കാനുള്ളത് സീറ്റിൽ മാറിയിട്ടല്ല ആരോ പുലച്ചാറ് കൊടുക്കാറുണ്ട്. അതാണ് സംഭവം. അടുത്തായിട്ട് സാറ ഷാൾ നീക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ തലൈവർ മൂശാൻ ക്ഷണിച്ചു കൊടുക്കണം. കയ്യിലേക്ക് എല്ലാവരും താങ്ക് യു. പിന്നെ സഫൂറ സ്വന്തമായിട്ട് ഈ ഒരു പരിപാടി നടക്കുമ്പോൾ സഫൂറിൻ്റെ സന്തോഷം അവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കലാപരിപാടികളൊക്കെ മുഴുവൻ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവരവരായിട്ട് ഒരു ഗിഫ്റ്റ് സാറിനെ വെച്ചിട്ട് സാറിന് ചെയ്യണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നു. അപ്പോൾ അത് സാറിനെ സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് സഫൂറ സംസാരിക്കുന്നു. എല്ലാവരും കൈയടിക്കാം.
ഈ പ്രോഗ്രാമിൽ കൊടുക്കുന്ന സഫൂറെ അല്ലെങ്കിൽ മുജീബോ അല്ലെങ്കിൽ മറ്റാരെങ്കിലൊക്കെ ആണെങ്കിലും നിങ്ങളെല്ലാവരും കൂടി ഉള്ളൊരു മൈൻഡാണ് ഓരോ കയ്യിൽ നിന്നുള്ള ഓരോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പറമ്പിൽപ്പിടിയ സുലൈഖ പറമ്പിൽപ്പിടിയ വിഷയം ചെയ്യുന്നത്. സന്തോഷകരമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കളിയാട്ടമുക്ക് മുജീബിനെ ക്ഷണിച്ചുകൊള്ളാണ്. കളിയാട്ടമുക്ക് മുജീബ് ഒരുപാട് നമ്മളെ ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി ഒരുപാട് വ്യത്യസ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനെ മുജീബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിൽ നല്ല വെൽക്കം നമുക്ക് കൊടുക്കില്ല. സാറ് ശരിയാണ്. അപ്പോൾ പിന്നെ അതെ, പിന്നെ ഈ പ്രോഗ്രാമിൽ നമ്മൾ നടത്തുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം വിട്ടുപോകാൻ പറ്റാത്ത വളരെയധികം നമ്മളോട് ചിരിക്കുന്ന ചില ആളുകൾ പേരുകളുണ്ട്. അത് ഇന്ന് പറയുന്നത് നമ്മൾ വളരെ കഴിഞ്ഞിട്ട് വന്നതല്ല, അതിൽ വളരെ പ്രധാനപ്പെട്ട പേരാണ് അത്യാവശ്യം. എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഒരു ആളെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അത്രമാത്രം സൈലന്റ് ആയ ഒരാള് പിന്നെ അത്രമാത്രം ആക്റ്റീവ് ആവുകയും പിന്നെ എല്ലാവരെയും കോർഡിനേഷൻ ചെയ്യാൻ ശ്രമിക്കുകയും പിന്നെ ലേഡീസ് വിങ് ആയിരുന്നാലും ജെൻസിന്റെ വിങ് ആയിരുന്നാലും ഒരു എന്താ പറയുക അരിമ സന്താനത്തെ പോലെ രണ്ട് സൈഡും കണ്ടുകൊണ്ട് അത് കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പോൾ മൂപ്പര് നമുക്കൊന്ന് ബഹുമാനിക്കാനുള്ള നമ്മളൊരു കാര്യമാണ്. കാരണം അതൊക്കെ ചെറുതാവും. അപ്പോൾ ഗൈസ് നമ്മൾ കേക്ക് മുറിച്ച് കഴിഞ്ഞു ഗൈസ്. നമ്മൾ കേക്ക് തിന്നു, പക്ഷേ കേക്ക് മുറിക്കുന്ന വീഡിയോ കിട്ടിയില്ല ഗൈസ്. ആ ചെറിയ വീഡിയോ മാത്രം നമുക്ക് ഒഴിവായിട്ടുണ്ട്. കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എന്താണ് ഫുഡ് കഴിക്കാനുള്ള സമയം അയച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫുഡിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ചിക്കൻ മുറിച്ചിട്ടുണ്ട് ഗൈസ്. ചോറ് ചിക്കൻ ഉണ്ട് ഗൈസ്. നമ്മളെ ചോറുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കഴിച്ചാൽ അഭിപ്രായമൊക്കെ പറഞ്ഞു തരാം ഗൈസ്. പിന്നെ ചൂടുള്ള ചിക്കനാട്ടോ. ഇത് അപ്പം എടുക്കില്ല ഗൈസ്, നല്ല ചൂട്. ഇവിടെ രണ്ട് വാ ചൂട് നല്ല കിടു സാധനമാണ് ഗൈസ്. ഒരു കുഴപ്പമില്ല, നല്ല സെറ്റ് സാധനമാണ് ഗൈസ്. ഇവിടുത്തെ ഉപ്പിട്ടാണ് നല്ല ടേസ്റ്റ്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് പേരക്ക ഉപ്പ്. അല്ല പേരക്കല്ല, സോറി, പൈനാപ്പിൾ. ഹലോ ഗൈസ്, അപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ പാർക്കാണ് അവിടെ ഉള്ളത്. പിന്നെ സീസണും ഉണ്ട്, വന്നിട്ടിരുന്നതും ഊഞ്ഞാലും കസിട്ട്. പിന്നെന്താ അത് ചകിരിക്കൊട്ടയെന്ന് തോന്നുന്നു. അതൊക്കെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ ഏകദേശം തോന്നുന്നുള്ളത് നമ്മളെ ജിമ്മിൻ്റെ സാധനങ്ങളുണ്ടല്ലോ, അതാണ്.
ഇതുപോലെ ഈ സാധനം വെച്ചാൽ ഇതിങ്ങനെ വെക്കണമെന്നാ തോന്നുന്നു. ഇത് വലിയ സാധനം വെക്കണോ? ഇതിന്റെ ഇരുമ്പിന്റെ സാധനങ്ങളുണ്ട് അവിടെ കണ്ടോ. നല്ല പണി ഇത് ഞാൻ ഇപ്പൊ വെറുതെ സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെക്കലാൻ പോലെ എനിക്കറിയാം. ഞാൻ ഇങ്ങനെ വെച്ചാണ്ട് ഇങ്ങനെ ആക്കലാണ്. പിന്നെ ഇതെന്താടാ ഇത് നമുക്കറിയാം. ഇത് നമുക്ക് കയറാൻ പോലും സ്ഥലമില്ല. എങ്ങനെ കയറാനാ? ഊനാളിയും കീഴുന്ന സാധനമുള്ള കുട്ടികൾ കളിക്കാൻ. അപ്പോൾ ഗൈസ്, എനിക്ക് റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള പറയാനുള്ളത് നല്ല റെസ്റ്റോറൻ്റാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ചുറ്റും നല്ല പുഴകളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കുകളൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ അഡ്രസ്സ് രാമനാട്ടുകര കനാലി എന്നാണ് ഗൈസ് റെസ്റ്റോറൻ്റാണ്. ഇനിയും ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കാണാം ഗൈസ്. നമ്മുടെ കസേരക്കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം കസേരക്കളി ആരാ വിജയിക്കുന്നത്. പിന്നെ കസേരക്കളിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പാട്ടും ഓക്കെ, റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും മത്സരത്തിന്റെ ക്രമം എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം. അതായത് നമ്മൾ പാട്ട് തുടങ്ങുമ്പോൾ എല്ലാവരും ഓടിയിട്ട് പാട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചെയറിലിരിക്കുക. ആരും തിരിഞ്ഞിങ്ങോട്ട് ഓടരുത്. തിരിഞ്ഞിങ്ങോട്ട് ഓടിയാൽ അത് ഫൗളാണ്. നേരെ ഇവിടെ ചെയർ ബാക്കിയുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ തന്നെ ഓടി വരണം. ഓക്കെ, ഇങ്ങോട്ട് വന്ന് ഓടാൻ പാടില്ല. അപ്പൊ നേരെ തിരിഞ്ഞ് മാത്രം ഓടാൻ പാടുള്ളൂ. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഓടണം. അപ്പൊ എന്തായാലും ആദ്യം നമ്മൾ ഒരു ചെറിയൊരു ട്രയൽ നിങ്ങൾക്കായിട്ട് തുടങ്ങണം. പാട്ട് തുടങ്ങിയാൽ ഉടൻ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് എല്ലാവരും ഒരു കയ്യടി കൊടുക്കും, നല്ലൊരു കയ്യടി കുട്ടികൾക്കായിട്ട്. ഓക്കെ, പോകാം. റെഡിയല്ലേ? റെഡിയാണോ? ഓക്കെ, കസേര പിടിച്ച് ഓടരുത്. ഓക്കെ, റെഡി? A ver, los pibes te ayudan con esto. ¿Qué dice? La Marta se mueve, ആരൗട്ട്? ഏതായാലും ഒരാൾ ഔട്ടായി. അപ്പൊ ഇനി ഒരു ചെയർ മാറ്റാം. ഓക്കെ, ഇയാൾക്ക് എന്ത് പറ്റി? സമ്മാനം വേണ്ടേ? ഓക്കെ. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ എന്താണ്
നമ്മുടെ കുട്ടികളുടെ എന്താണ് കസാല കളി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ആവേശം കൂട്ടിയ മത്സരമായിരുന്നു. അതുപോലെ വലിയ ആളുകളുടെ നമ്മുടെ ഉമ്മമാർക്കുണ്ട്. 14 ആള് 13 ഷെയർ, അങ്ങനെയാണ് ഇപ്പോഴത്തെ നില. അപ്പൊ മത്സരിക്കും ഒരു ചെയർ ഇവിടെ ബാക്കിയാണ്. നേരെ അങ്ങനെ ഓടിട്ട് വന്നാൽ ഓക്കെ ഓക്കെ. ഏതായാലും അടുത്ത ഇപ്പൊ എത്ര പേരുണ്ട്? ഒരു ചെയർ മാറ്റിയിട്ട് ആ ആളുകളെ ഒന്ന് കറക്റ്റ് ആയിട്ട് എണ്ണണം. ചെയർ ഒന്ന് എണ്ണണം. എനിക്ക് ഡൗട്ട്. അല്ല, ഇത് പല ആളുകളും ഇങ്ങനെ നടന്നിട്ട് കറക്റ്റ് ആയിട്ട് ചെയറിൽ ഇരിക്കാൻ പോകുന്ന ഭാഗത്തിൽ അതെ അത് പറ്റൂല. കുറച്ചുകൂടി ഡിസ്റ്റൻസ് ഇട്ട് ഓട് തന്നെ വേണം. അപ്പോഴാണ് എന്താണ് ഒരു കയ്യടി ഒന്നും ഇല്ലാതെ എല്ലാവരും ഇങ്ങനെ തണുത്തിരിക്കുന്നത്. ഓക്കെ, ഏതായാലും നമ്മുടെ ഫൈനൽ റൗണ്ട് ആണ്. 2 പേരാണ് ഫൈനൽ റൗണ്ടിൽ. ഒരു ചെയറുമായിട്ട് ഇവിടുന്ന് ബാക്കിൽ നിന്ന് സ്ത്രീകളൊക്കെ പറയുന്നത് കുട്ടികളാകുമ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ആണുങ്ങൾ നമുക്ക് കുറച്ച് ഓടിക്കോട്ടെ. പുരുഷന്മാര് അത്യാവശ്യം നന്നായിട്ട് ഓടിക്കോട്ടെ അല്ലേ. പല ആളുകളുടെ നെഞ്ഞത്തെ കൈവച്ചിട്ടൊക്കെ ഓടുന്നത്. ഓക്കെ, റെഡി, പോ. കയ്യേറി പോകട്ടെ. ചെയർ ഏതായാലും മ്യൂസിക് ചെയർ മത്സരത്തിൽ പേര് പറഞ്ഞില്ല, ഷാഹുലാണ് വിജയിച്ചത്. നല്ലൊരു കൈയ്യടി കൊടുക്കും ഷാഹുലിനായിട്ട്. അപ്പൊ ഇനി നമ്മുടെ സ്ത്രീകൾ എത്രയും പെട്ടെന്ന് മത്സരിക്കുന്ന സ്ത്രീകൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് എത്തണം. ലാസ്റ്റ് നമ്മുടെ ഈ മത്സരത്തിന്റെ അവസാന ഐറ്റമാണ്. അതിനുശേഷം നമുക്ക് പാട്ട് പരിപാടി തുടങ്ങേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും വേണം. പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങും. എല്ലാവർക്കും കാണാം ഗൈസ്. തുടങ്ങാം. എണീറ്റ് ഓടിക്കോ. റെഡി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പോകട്ടെ. ഔട്ടായൊരു പുറത്തു പോകട്ടെ. എവിടെയാ? ആദ്യത്തെ ഭാഗ്യവതി ഔട്ടായി പുറത്തു പോവുകയാണ്. ഇനി അടുത്ത ആർക്കാണ് അവസരം എന്ന് അറിയാനായിട്ട് നമ്മൾ പോവുകയാണ്. ഒരു ചെയർ മാറ്റിയോ? ഓക്കെ, ഓടണം. നടന്നാൽ പോരാ. അടുത്ത ഭാഗ്യവതിയും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഏതായാലും ഷെയർ കിട്ടാതെ ആരും നിരാശപ്പെടേണ്ട. നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഷെയർ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. അത് വന്നിരിക്കാം. ഓക്കെ, അടുത്ത ഒരു ഷെയർ ഓക്കെ. ഓക്കെ, അടുത്ത ആള് രക്ഷപ്പെട്ടു. ഇനി ആരാണ് വിജയി എന്നറിയാൻ ഫൈനൽ റൗണ്ട് ആണ്. കയ്യടി നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് കയ്യിൽ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. പോരട്ടെ, കയ്യടി പോരട്ടെ.
ഓടിക്കോ. ചേട്ടൻ തൊട്ടിട്ട് ഓടരുത്. ആവേശകരമായ മത്സരത്തിൽ പേര് സഫൂറയാണ് വിജയി ആയിട്ടുള്ളത്. ഏതായാലും കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഏതായാലും നമ്മുടെ മ്യൂസിക് ചെയർ മത്സരം അപ്പോൾ എന്താണ് ഫസ്റ്റ് എന്താണ് കളി തുടങ്ങിയപ്പോൾ ലാസ്റ്റ് വരെ എല്ലാ വിജയികളെ നിങ്ങൾ കണ്ടിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നല്ല ആവേശകമായിരുന്നു പിന്നെ ആകെ കണ്ടിട്ട് നമുക്ക് കുട്ടികൾക്ക് തരുന്ന ഐസ്ക്രീം വിതരണമൊക്കെ ഉണ്ട്. ഐസ്ക്രീമൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാട്ട് ഡാൻസ് അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഉണ്ട്. ഒക്കെ നോക്കാം. അപ്പോൾ ഗൈസ് എനിക്ക് എന്താണ് ഐസ്ക്രീമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഐസ്ക്രീം തിന്നിട്ട് നമ്മളുടെ പാട്ടുകളൊക്കെ തുടങ്ങും ഗൈസ്. ഹലോ, ഇവിടെ അതിൻ്റെ താത്ത വന്നിരിക്കുന്നുണ്ട് പാട്ട് പാടാൻ. നല്ല ആവേശകരമായിരിക്കും നമ്മളുടെ കലാപരിപാടികളൊക്കെ ഗൈസ്. ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലകൾ പുൽകും അനുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാകും നാടേ നിറപൊലിയേകാമെന്നറിയ നേരിന പുതുവിള നേരുന്നോരിനിയ നാടിത കേരളാടും ഒരു ഹരിത ചാരുതീരം
പെട്ടെന്ന് വേണം, പെട്ടെന്ന് വേണം. ഒന്ന് തെറ്റി ഇല്ല. അറിയോ? ആർക്കും അറിയില്ലെങ്കിൽ കുട്ടി നേരത്തെ പോലെ നമ്മൾ നേരെ സ്ത്രീകൾക്ക് പാസ് ചെയ്യും. ആർക്കും അറിയില്ല കുട്ടികൾക്ക് ഇല്ല. ഓക്കെ, സ്ത്രീകൾക്കാർക്കെല്ലാം അറിയോ? ആ, കൂട്ടിക്കോ. കാൽക്കുലേറ്റർ വേണം. ഒരാള് വന്നിട്ട് എന്താ പറഞ്ഞ 32 കാലം. 8 കാലിക്കോ. എന്റെ കണക്ക് മാഷിന്റെ നമ്പർ എന്തായാലും വേണം. എങ്ങനെയാണ് 32 നീ പറയാൻ കാരണം? 32 നീ പറഞ്ഞു എങ്ങനെയാണ് 32? പശുവിനൊക്കെ 4 കാലാണ്. അതിന് കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കയ്യടി കൊടുക്കുക അടിപൊളിയായിട്ട്. എന്റെ ചോദ്യം അവൻ മാത്രമാണ് കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്തത്. എന്റെ ചോദ്യം ഇതായിരുന്നു, 8 കാലിക്ക് എത്ര കാലുകളുണ്ട്? അവൻ പറഞ്ഞു പശുവിനൊക്കെ 4 കാലാണ്. അപ്പൊ 8 കാലിക്ക് 32 കാല്. അല്ലേ? കറക്റ്റ് അല്ലേ ആൻസർ? കൊടുക്ക് കയ്യടി, പടക്കം കൊടുത്ത കയ്യടി കൊടുക്കേ. അപ്പൊ ഏതായാലും ഈ മോനാണ്. ആരാ ആൻസർ പറഞ്ഞു? ആരാ പറഞ്ഞത്? ഹീറോ ക്ലബിന്റെ ഇതിൽ ഞാൻ ചോദ്യം കേട്ടിരുന്നു. ഏതായാലും അടിപൊളി. അതെവിടെയാ സ്ഥലം? ചോദിച്ചിരുന്നോ? ചോദ്യം ആദ്യം അറിഞ്ഞ് ഞാൻ വേറെ ചോദ്യം ചോദിക്കുന്നത്. ഏതായാലും അവൻ തന്നെയാണ് നറുക്കെടുക്കുന്നത്. ഏതായാലും നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് നമ്മൾ നറുക്കെടുക്കാനായിട്ട് പോവുകയാണ്. ഏതായാലും 67 മെമ്പേഴ്സ് ആർക്കാണ് ഇതിന്റെ ഈ ഒരു വിജയിയാകാനുള്ള ഭാഗ്യം എന്ന് നമ്മൾ കാണുകയാണ്. ഓക്കെ, മോനെ നന്നായിട്ട് കുലുക്കിയിട്ട് ഒരു മിനിറ്റ് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് ഒരു മിനിറ്റ് എല്ലാവരും ബാക്കോട്ട് മാറിക്ക്. സ്റ്റേജിൽ കയറിക്കും. ഓക്കെ, ആൻസർ പറഞ്ഞ ആൾ കേറിയിട്ട് നന്നായിട്ട് ഒന്ന് കണ്ണൊക്കെ ചിമ്മിയിട്ട് നല്ല അടിപൊളിയായിട്ട് എവിടുന്നെങ്കിലും ഒന്ന് എടുത്തോ. ബാക്കി ഏതായാലും നമ്മുടെ മോൻ ഇതിൽ ആരാണ് വിജയി എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഏതായാലും ഒരുപാട് ആളുകൾ പേരൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാകും. ഇത് ഒരു ആണാണോ ഒരു പെണ്ണാണോ ഊഹിക്കാൻ പറ്റും? കാരണം പല ആളുകളും പേര് പൂരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പേരെന്താ കൊടുത്തിരിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. മൊബൈൽ നമ്പറിന്റെ അവസാന 3 അക്ഷരം വരുന്നത് 425 ആണ്. മൊബൈൽ നമ്പറിന്റെ അവസാന 3 അക്കം 400. ക്ഷമിക്കണം, 4 ആണോ 9 ആണോ? 925 അവസാനം വരുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നമ്പർ പറഞ്ഞു. ഹനീഫയാണോ പേര്? അടിപൊളി. കൊടുക്ക് കൈയ്യടി. അദ്ദേഹത്തിനാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു നറുക്കെടുപ്പിൽ വിജയം കൈവരിച്ചിരുന്ന അദ്ദേഹമാണ്. ഏതായാലും ഹനീഫ ടി. മൊബൈൽ നമ്പർ 85 92 91 64 25 ആണ് മൊബൈൽ നമ്പർ. ഏതായാലും കൺഗ്രാറ്റുലേഷൻസ്, ഈ ഒരു നറുക്കെടുപ്പിൽ വിജയി ആയിരിക്കുന്നു. ഏതായാലും അദ്ദേഹത്തിനുള്ള സമ്മാനം നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും അടുത്ത പാട്ടിലേക്ക് പോകാം അല്ലേ? എങ്ങനെ വേണം? സ്ലോ പാട്ട് വേണോ അടിപൊളി തന്നെ വേണോ?
വീഡിയോ എടുക്കും. ചായക്കുള്ളത് പാൽച്ചായവും സമൂസയായിരുന്നു. നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വൈൻഡപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഞങ്ങളുടെ വീഡിയോ വരുമെന്ന് എല്ലാവരും കാത്തിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇനി ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.